ഹായ് ഹലോ വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് 30 ജാനുവരി 2025 ജ്യോതിശങ്കറിൻ്റെ പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ ഇന്നായിരുന്നു റിലീസ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ കിളികളുടെ ശബ്ദം കേൾക്കുന്നുണ്ടാവും. അത് ആക്ച്വലി ഈ പൊന്മാൻ എന്ന് പറഞ്ഞ പേര് മാച്ച് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ആംബിയൻസ് സെറ്റ് ചെയ്തതാണ്. ചുമ്മാ പറഞ്ഞതാണ്. ആക്ച്വലി ഞാൻ ഇരിക്കുന്നത് അങ്ങനെയുള്ള റൂമിലായതുകൊണ്ടാണ്. യെസ്, നമുക്ക് വീഡിയോയിലേക്ക് വരാം. പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ ഒരു ആൾക്കാർക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയായിരുന്നു. അവരെല്ലാവരും പ്രതീക്ഷ മീറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 100% മീറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം നല്ല സിനിമയാണ്. ഈ സിനിമ ഇഷ്ടപ്പെടാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഈ സിനിമ ഒരു ബുക്ക് ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയ ഒരു സിനിമയാണ്. ഓക്കെ, അതായത് 4-5 ചെറുപ്പക്കാരെന്നായിട്ടുള്ള ഒരു ബുക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷേ അതിലെ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്ന സംഭാഷണങ്ങൾ ഒരിക്കലും ഒരു നോവൽ ടച്ച് ഉള്ളതോ അല്ലെങ്കിൽ ഒരു ഭയങ്കര നാടകീയമായിട്ടുള്ള ഡയലോഗ് കാര്യങ്ങളൊന്നുമല്ല. ഭയങ്കര നാച്ചുറലായിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സിൻ്റെ സംഭാഷണം അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം അതാണ്. ഇനി രണ്ടാമത്തെ കാരണം, ഇതിൽ ക്യാരക്ടേഴ്സ് എല്ലാവരും അവരുടെ സിറ്റുവേഷൻ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൽ അവരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ സ്റ്റാറ്റസ് നിലനിർത്താൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ മിസ്റ്റേക്ക് കാര്യങ്ങൾ, പക്ഷേ അത് കറക്റ്റ് സ്ഥലത്ത് ജസ്റ്റിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മേ ബി നമുക്കിപ്പോൾ സിറ്റുവേഷൻ ഡ്രിവൺ ക്യാരക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ ചുമ്മാ നമുക്ക് വിളിക്കാം. അങ്ങനെയുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ് ഇതിനകത്ത് കാണിക്കുന്നത്. രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം, അനാവശ്യമായിട്ടുള്ള കാസ്റ്റിംഗ് ഈ സിനിമയിലില്ല. ഈ സിനിമയിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ടോ, ഇപ്പോൾ സൈഡിൽ കൂടെ നടന്നു പോകുന്ന ഒരാളാണെങ്കിൽ കൂടെ അവരെല്ലാവരും ആ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് സിനിമയിൽ മൂന്നാമത് എനിക്ക് ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം. ഇനി നാലാമത് എനിക്ക് സിനിമ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ സിനിമയ്ക്കകത്ത് അനാവശ്യമായിട്ടുള്ള ട്വിസ്റ്റോ ടേണോ ഒന്നുമില്ല. ഇപ്പോൾ ഞാൻ ഐഡൻറ്റിറ്റി കണ്ടപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ രേഖാചിത്രം കണ്ടപ്പോഴാണെങ്കിലും എല്ലാ സിനിമയ്ക്കകത്തും വെറുതെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ ഭയങ്കര ബുദ്ധിജീവിയായിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതി അതിനകത്ത് കുറേ ട്വിസ്റ്റ് ടേണൊക്കെ തള്ളി കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമ എന്തോ ഭയങ്കര വലിയ സംഭവം അല്ലെങ്കിൽ ടെക്നോളജി ഭയങ്കരമായിട്ട് കുത്തിക്കയറ്റി കഴിഞ്ഞാൽ സിനിമ ഭയങ്കര വലിയ സൂപ്പറാകുന്നു. അതൊന്നുമില്ല. കഥ നല്ലതാണോ, കഥാ പശ്ചാത്തലം നല്ലതാണോ, നല്ല മേക്കിംഗ് ആണോ, നല്ല ക്യാമറയാണോ, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണോ, ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ സിനിമ കാണുന്നത്. കാരണം അതൊക്കെയാണ് സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ടെക്നോളജി യൂസ് ചെയ്യാം, പക്ഷേ അത് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളിടുന്ന എഫേർട്ട്, നമ്മൾ സിനിമ കാണുന്നത് എങ്ങനെയാണ്, സിനിമയുടെ ഔട്ട്പുട്ടാണ് നമ്മൾ നോക്കുന്നത്. ഔട്ട്പുട്ട് ബേസ് ചെയ്തുള്ള സിനിമ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ അത്ര വലിയ സിനിമ ടെക്നിക്കൽ നോളജ് എനിക്ക് അധികമായിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാനൊരു സാധാരണക്കാരൻ്റെ കണ്ണിൽ നിന്ന് ഒരു സിനിമ നോക്കി കാണുന്നത്. അതുപോലെ ഒരാൾക്ക് കാണാൻ പറ്റുന്ന അങ്ങനെയുള്ള ഒരാൾക്ക് കണ്ടിഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഈ പറയുന്ന പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ. പൊന്മാൻ ഇഷ്ടപ്പെടാനായിട്ടുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ബേസിൽ അഭിനയിച്ചിരിക്കുന്ന ക്യാരക്ടർ തന്നെയാണ്. ബേസിൽ എന്ന നടൻ്റെ അഭിനയത്തിൻ്റെ സ്കില്ലോ കാര്യങ്ങളൊന്നും നമ്മളിതിനകത്ത് പറയേണ്ടതേ ഇല്ല. കാരണം ബേസിൽ നല്ലൊരു നടനാണ്, നല്ലൊരു സംവിധായകനാണ്. പക്ഷേ ബേസിൽ എടുത്തിരിക്കുന്ന ഈ ക്യാരക്ടർ, അതായത് ഞാൻ ഉദ്ദേശിച്ച ആ ഒരു അജേഷ് പി എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടറാണ്. അടിപൊളി ക്യാരക്ടറാണ്. അതായത് പുള്ളി വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി എക്സ്ട്രീം ഡേഞ്ചർ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ്. ഭയങ്കര പ്രഷർഫുൾ ആയിട്ടുള്ള ജോബാണ്. നമുക്ക് ക്ലയൻറ്റിൻ്റെ ലൊക്കേഷനിൽ പോയി വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. അവർ ഇമോഷൻസ് അറിഞ്ഞ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ നമ്മൾ മറ്റുള്ളവരൊരു കണ്ണീര് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇമോഷണൽ ആവുന്നൊരു വ്യക്തിയാണെങ്കിൽ കൂടെ ആ ക്യാരക്ടറൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ റഫായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതുപോലെ തന്നെ ആ ഇൻഡസ്ട്രിയിൽ പുള്ളിക്ക് പിടിച്ച് നിൽക്കണം എന്നുണ്ടെങ്കിൽ മുതലാളിയുടെ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർ ആരാണോ പുള്ളിയുടെ ട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം, നമ്മളെ വിശ്വസിച്ചാൽ മാത്രമാണ് നമ്മൾ ആ ഇൻഡസ്ട്രിയിലുള്ളൂ. ആ ട്രസ്റ്റ് അവിടെ പൊട്ടിക്കഴിഞ്ഞാൽ ആ ഇൻഡസ്ട്രിയിൽ ആളില്ല. അങ്ങനത്തെ ഉള്ള ക്യാരക്ടറാണ് ബേസിൽ ചെയ്യുന്നത്. അതുപോലെ അത് കാരണം കൊണ്ട് ബേസിലിൻ്റെ ആ ഒരു ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം പല പോയിന്റിൽ നമ്മൾ ബേസിലിൻ്റെ ആ ക്യാരക്ടറിനൊപ്പം നമ്മൾ ട്രാവൽ ചെയ്യും. പിന്നെ എനിക്ക് സിനിമ ഇഷ്ടപ്പെടാനുള്ള വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ നല്ലൊരു സോഷ്യൽ മെസ്സേജ് ഉണ്ട്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു പെൺമക്കളുണ്ട്, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളെ ഫിനാൻഷ്യലി എത്ര ബുദ്ധിമുട്ടുന്ന ഒരാളാണെങ്കിൽ കൂടെ ഒരിക്കലും നിങ്ങൾ സമൂഹത്തെ നോക്കിയിട്ട് മകളെ ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കാതിരിക്കുക. അതാണ് ഈ സിനിമയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം ഇപ്പോൾ ഒരുപാട് സ്വത്തിനെ അല്ലെങ്കിൽ ഒരുപാട് സ്വർണത്തെയൊക്കെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീധനമൊക്കെ അത് മാത്രം ഫോക്കസ് ചെയ്ത് കല്യാണം ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, എല്ലാവരും അല്ല എന്നാലും ആ പൈസയും സ്വർണ്ണമൊക്കെ തീർന്നു കഴിയുമ്പോൾ തീരാവുന്ന സ്നേഹം ഉള്ളൂ എന്നുള്ള ആ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ആ പെൺകുട്ടി അവിടെ പോയി കഴിഞ്ഞിട്ട് അവിടെ അനുഭവിക്കുന്ന പീഡനങ്ങൾ, മാനസിക സമ്മർദ്ദങ്ങൾ, തല്ലുക, ചീത്ത പറയുക, അതല്ല മെൻ്റലി ആ പെൺകുട്ടി ഒറ്റയ്ക്കാവുക ശരിക്കും. ഫാമിലിയിൽ പോയി പറയാൻ പറ്റത്തില്ല. കാരണം ഫാമിലിയുടെ സിറ്റുവേഷൻ അതിലും മോശം.
അതുപോലെ കല്യാണം കഴിച്ച ചെറുക്കൻ്റെ അടുത്തോ ചെറുക്കൻ്റെ ഫാമിലിയുടെ അടുത്തോ പറയാൻ പറ്റത്തില്ല. ഇവർക്ക് സംസാരിക്കാൻ വളരെ ആൾക്കാർ, ഒരു 1-2 ആൾക്കാർ മാത്രമാണ് ഇവരെ ഇമോഷൻസ് പറയാനായിട്ടുള്ള ആൾക്കാരുണ്ടാവത്തുള്ളൂ. പക്ഷേ ആ പറയുന്ന ആ ഒരു ആൾക്കാരെ അവർക്ക് വിശ്വസിക്കാൻ വരെ പേടിയായിരിക്കും. ചിലപ്പോൾ ഈ സിനിമയുടെ തന്നെ അവസാനത്തെ സ്റ്റേജിലാണ് ഈ പെൺകുട്ടിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന 1-2 ആൾക്കാരെ ആ കുട്ടി കണ്ടെത്തുന്നവരെ. അപ്പോഴേക്കും ജീവിതമൊക്കെ ഏകദേശം തകിടം മറിഞ്ഞു കഴിയും. ഇതാണ് നിങ്ങൾ ഏറ്റവും നല്ലൊരു സന്ദേശം സിനിമയ്ക്കകത്തുള്ളത്. ഇതിൽ വേറൊരു സന്തോഷം കൂടെ ഉണ്ട്. വേറെ ഒരു സന്ദേശമല്ല, ഒരുപാട് സന്ദേശങ്ങളുണ്ട്. ബട്ട് എന്നാലും ഇതിൽ മറ്റൊരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ പാർട്ടിയുടെ പുറകെ നടക്കുന്ന ഒരു കഥാപാത്രത്തെ കാണിക്കുന്നുണ്ട്. അവൻ്റെ സിറ്റുവേഷൻ കുറച്ചൊന്ന് ടൈറ്റ് ആകുമ്പോൾ പാർട്ടി അവനെ ചവിട്ടി പുറത്താക്കും. അത് ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾ കാണുന്നുണ്ടാവും. പാർട്ടി അവനെ ചവിട്ടി പുറത്താക്കും. അതുപോലെ അവനെ പാർട്ടി കൈവഴിയും. പൈസയുടെ കാര്യം വരുമ്പോൾ പാർട്ടി അവനെ ഒഴിവാക്കും. അതുപോലെ പാർട്ടിക്ക് വേണ്ടിയിട്ട് അവൻ ജീവൻ വരെ കൊടുത്തു. അവൻ പറയുന്നുണ്ട്, പാർട്ടി ഇല്ലെന്നെങ്കിൽ പിന്നെ ഞാനില്ല എന്നുള്ള രീതിയിൽ അവൻ ആത്മഹത്യ വരെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത്രയും പാർട്ടിയെ അവൻ ജീവൻ കൊടുത്ത് സ്നേഹിക്കുമ്പോൾ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് അവനെ പാർട്ടിയിൽ നിന്ന് ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു മെസ്സേജാണോ അല്ലെങ്കിൽ ഒരു കറണ്ട് അഫയർ ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഫാമിലിയേക്കാൾ കൂടുതൽ പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അവസാനം ഇങ്ങനെയും അനുഭവിക്കേണ്ട വരും എന്നുള്ള രീതിയിൽ ആ സിനിമയെ കാണിക്കുന്നത്. അത് ശരിക്കും നല്ലൊരു സന്ദേശമാണ്. ആ സമയത്ത് ഒരാൾ പാർട്ടിയിൽ ഭയങ്കര സജീവമായിട്ട് പ്രവർത്തിച്ചിട്ട് ജീവിതം നശിപ്പിക്കുന്നു. മറ്റൊരാൾ അയാളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് കുടുംബത്തിനൊപ്പം നിന്നിട്ട് ഫൈറ്റ് ചെയ്ത് ജീവൻ കൊടുത്തിട്ടാണെങ്കിലും ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ജീവൻ കൊടുത്തിട്ടാണെന്നുണ്ടെങ്കിലും അവൻ വർക്ക് ചെയ്യുന്നുണ്ടുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അത് ബേസിലെ ക്യാരക്ടറാണ്. ബേസിലെ ക്യാരക്ടറിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് നിനക്കും എനിക്കൊന്നും വേണ്ടിയിട്ട് നമ്മുടെ കാരണവന്മാരായിട്ടൊന്നും ചെയ്തിട്ടില്ല, നമുക്ക് പഴക്കണമെങ്കിൽ നമ്മളായിട്ട് വർക്ക് ചെയ്യണമെന്ന് ബേസിലതിനകത്ത് പറയുന്നുണ്ട്. ഡയലോഗ് വ്യത്യാസമുണ്ട്. കാരണം ഡയലോഗ് അതിനകത്ത് അങ്ങനെ പ്രോപ്പർ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു സ്പോയിലർ ആകും. കാരണം ഡയലോഗൊക്കെ സിനിമയ്ക്കകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയലോഗ്. അങ്ങനെ കുറേ കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മെസ്സേജും കാര്യങ്ങളൊക്കെ സിനിമയ്ക്കകത്ത് ഉള്ളതുകൊണ്ട് തന്നെ മേ ബി നിങ്ങൾക്ക് പല രീതിയിൽ സിനിമ ചിലപ്പോൾ കണക്റ്റ് ആകുമായിരിക്കും. ഈ സിനിമയുടെ പശ്ചാത്തലം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. പശ്ചാത്തലം പറഞ്ഞത് സ്പോയിലർ ആകും. ബട്ട് എന്നാലും ഒരു സാധാരണ കുടുംബം, അതായത് ഒരു വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു അച്ഛനില്ലാത്തൊരു പെൺകുട്ടി, ഒരമ്മ, ഒരു ചേട്ടൻ, ഈ 3 പേരടങ്ങുന്ന കുടുംബം. അന്നത്തെ അന്നത്തിന് പോലുള്ള വകയില്ല. ഒരു കുറച്ച് നാളത്തെ വാടക പോലും അടയ്ക്കാതെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന സ്ഥിതിയിലേക്കുന്നൊരു കുടുംബം. ആ പെൺകുട്ടി കല്യാണപ്രായം ആയതുകൊണ്ട് കല്യാണം കഴിച്ചു വിടണം. അതിന് വേണ്ടിയിട്ട് ഇവരെ സ്വത്തോ സ്വർണ്ണമൊന്നുമില്ല. അതിന് വേണ്ടിയിട്ട് ഇവർ നടത്തുന്ന കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ കഥ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ ഇതിനകത്ത് എടുത്തു പറയേണ്ടത് സജിൻ്റെയും അതുപോലെ ബേസിലിൻ്റെയും ഒക്കെ അഭിനയമാണ്. അത് ശരിക്കും പറഞ്ഞാൽ സൂപ്പർ എന്ന് പറഞ്ഞൊരു രക്ഷയില്ലാത്ത അഭിനയമാണ് സജിൻ്റെയൊക്കെ. സജിനൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടറല്ല അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ശരിക്കും സജിൻ്റെ ഏത് സിനിമ എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മളൊരു 100% ആക്ട് ചെയ്യുമെന്ന് പറയല്ലേ. സജിനൊക്കെ എനിക്ക് തോന്നുന്നത് ഒരു 300% എഫേർട്ട് ഇട്ടാണ് സിനിമയ്ക്കകത്ത് അഭിനയിച്ചേക്കുന്നതെന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ബേസിൽ ഇതുവരെ അഭിനയിച്ചേക്കുന്ന ക്യാരക്ടറിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടർ അതിനകത്ത് അഭിനയിച്ചേക്കുന്നത്. ഈ സിനിമയുടെ ത്രെഡും ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ത്രെഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമ പോയി കാണാൻ പറ്റുവാണെങ്കിൽ പോയി കാണാനാണ് ഞാൻ പറയുള്ളൂ. ഇതുവരെ ജനുവരിയിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും നിങ്ങൾക്കറിയാം, കുറേ സിനിമകളൊക്കെ അതിൻ്റെ സക്സസ് സെറിമണി ഇങ്ങനെ കുറേ ക്ലീശേ കാര്യങ്ങൾ കാണിച്ച് കുറേ പേരെ തിയേറ്ററിൽ തള്ളിക്കയറ്റി. കുറേ പടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ആനയാണ് ചേനയാണെന്ന് പറഞ്ഞിട്ട് വേറെ കുറേ ആക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയിച്ചു. സിനിമ വണ്ടർഫുൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ സിനിമ അങ്ങനെ കയറിപ്പോയി. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് എനിക്ക് തോന്നുന്നു ആരുടെ ഒരു സപ്പോർട്ടും വേണ്ട. ഈ സിനിമ നല്ല സിനിമയാണ്. നിങ്ങൾക്ക് നല്ലൊരു സിനിമ പോയി കാണാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ജാനുവരിയിൽ ഇതുവരെ 2025 ഇറങ്ങിയിട്ട് ഇതുവരെയുള്ള സിനിമകളിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് മൂവി ഇതായിരിക്കും. സെക്കൻഡ് മൂവി മേ ബി പ്രാവിൻകൂട് ഷാപ്പ് നിങ്ങൾക്ക് പോയി കാണാം. പക്ഷേ അത്ര പോരാ. എന്നാലും ഒരു സിനിമ ഒരു മാസത്തിൽ നിങ്ങൾക്ക് ഒരു സിനിമ അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഈ സിനിമ പോയി കാണാം. പക്ഷേ ഞാൻ ഈ സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ടൈം കുറച്ച് വൈകിപ്പോയി, 30-ാം തീയതി ആയിക്കോട്ടെ. എന്നാലും നിങ്ങൾക്ക് ഈ സിനിമ പോയി കാണാം. പിന്നെ ഈ ചാനലിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് നല്ല സിനിമകളെ ഡീഗ്രേഡ് ചെയ്യുകയും അതിൽ കുറേ റിവ്യൂസൊക്കെ ഇരുന്നിട്ട് മോശം സിനിമകളെ തള്ളിക്കയറ്റി വിട്ടിട്ട് ആൾക്കാരെ മിസ്ലീഡ് ചെയ്യുന്ന കുറേ റിവ്യൂ ചാനൽസും കുറേ മാർക്കറ്റിംഗ് മീഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു ചാനൽ എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ ഈ റിവ്യൂ ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഒരു ചാനൽ ഫോക്കസ് ചെയ്യുന്നത് ഭയങ്കര ഒരുപാട് പൈസയുള്ള എല്ലാ സിനിമയും കാണാൻ പറ്റുന്ന ആൾക്കാരെ ഫോക്കസ് ചെയ്തിട്ടല്ല. ഒരു മാസത്തിൽ 1-2 നല്ല സിനിമകൾ ചൂസ് ചെയ്ത് കാണുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ചാനലാണ്. സോ
നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ നിങ്ങളുടെ കമൻറ്റിൽ നിങ്ങളുടെ പ്രതികരണം കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് വീഡിയോ ഇത്ര നേരം കണ്ടതിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു മൂവി റിവ്യൂ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗുഡ് ഡേ.